Welcome to D Vlogs. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip. ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ്സ് അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ക്രിഷ് ബേബിക്ക് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിഷ് ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ പിന്നെ അവന് കിട്ടിയ ഗിഫ്റ്റ്സും കൂടെ നിങ്ങളെ കാണിക്കണമല്ലോ. പിന്നെ ആരൊക്കെയോ ചോദിച്ചതും കണ്ടോ, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കുമോ, ഗിഫ്റ്റ് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു കുട്ടി ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ചെയ്യാം. എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ. പുറകിന്നാരൊക്കെ ടി വി കാണുന്നുണ്ട്, അമ്മയുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിഷ് ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് ഓരോന്നിലും എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ ഒരു വലിയ ബോക്സിൽ അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണിച്ചിരുന്നു. അതൊരു കാറായിരുന്നു. ഞാനല്ല, എൻ്റെ ഫിയാൻസെ കൊടുത്തതാണ്. അതായത് ക്രിഷ് ബേബിയുടെ ചെറിയച്ഛൻ കൊടുത്തതാണ്. അതൊരു കാറായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ജീപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു പ്രശ്നങ്ങൾ, നമ്മൾ മുറ്റത്തൂടെയൊക്കെ ഓടിച്ചപ്പോൾ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് മാറ്റി ഇതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ട് മാറ്റി ഞങ്ങൾ ജീപ്പ് എടുത്തു കേട്ടോ. ഇതും ഇലക്ട്രിക്കാണ്, പിന്നെ റിമോട്ട് കൺട്രോളാണ്, പിന്നെ അതിൽ ആക്സിലേറ്റർ ഉണ്ട്. അവൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. പിന്നെ എന്താണ്, USB ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. കൃഷിന് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് നല്ല അടിച്ച് പൊളിച്ച് ചില്ലായിട്ട് വണ്ടി ഓടിച്ച് കളിക്കാം. പിന്നെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ. അതിൽ തന്നെ കിഡ്സിൻ്റെ റൈംസൊക്കെ ഉണ്ട്. അവന് ഇഷ്ടപ്പെട്ട റൈംസൊക്കെ അതിലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെന്താണ്, മറ്റേതിലും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി കപ്പാസിറ്റി ഒക്കെ ഇതിനാണ് കൂടുതലുള്ളത്. അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൃഷിനും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി ഗിഫ്റ്റ്സ് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. രണ്ടുപേരെയും ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, രണ്ടുപേരും കൂടെ അൺബോക്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അമ്മ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൽ പറ്റിച്ചു ഗൈസ്, ഇതിലൊന്നുമില്ല. ഇതിലുള്ളത് ഓൾറെഡി കൃഷിൻ്റെ കഴുത്തിലുണ്ട്. അതായത് ഒരു ലോക്കറ്റായിരുന്നു കേട്ടോ, ഓമിൻ്റെ ലോക്കറ്റായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതാ നെക്സ്റ്റ് വന്നത്. അതിൽ ഞാൻ ഗസ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു ഇതിൽ എന്താണെന്ന്. പക്ഷെ ഒന്നും കുലുങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവരിങ്ങനെ എന്താണ്, പക്ഷെ അവിടെ നിന്ന് ആരോ പറഞ്ഞു കേട്ടോ, അമ്മയോ ആരോ പറഞ്ഞു സംഭവം എന്തായിരിക്കും. കറക്റ്റ് ആയിരുന്നു, ടെഡി ആയിരുന്നു. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പച്ച കളർ ടെഡി ആയിരുന്നു. പിന്നെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളെടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. ഈ സമയം ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് കൃഷി നല്ല ഉറക്കമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കുരുത്തക്കേട് കളിച്ച് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അൺബോക്സ് ചെയ്യുകയാണ്. ഇതിലിതാ കൃഷിന് കഴിക്കാൻ പ്ലേറ്റ് കിട്ടി. പിന്നെ അവന് വെള്ളം കുടിക്കാനും ഇതിനൊക്കെ ഉള്ളൊരു കപ്പും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോൾ ഇതിൽ വരുന്നത് പാത്രമാണ്, നമ്മുടെ ചായപാത്രം. അപ്പോൾ അതായത് കൃഷിന് കുറുക്കുണ്ടാക്കാനും കൃഷിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഒരു കപ്പിൻ്റെ ബോക്സാണ്. അത് ചായ കുടിക്കാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതൊക്കെ വിചാരിച്ച് വാങ്ങുന്നതാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സ് മാത്രം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കൃഷിന്. പിന്നെ നെക്സ്റ്റ് വൺ ഇതിലും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടെഡി ആയിരുന്നു കേട്ടോ. ഏതാ കളറൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ?
ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രസ്സുകൾ കൃഷിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കാലത്തേക്ക് അപ്പോൾ കൃഷിന് ഡ്രസ്സ് വാങ്ങേണ്ട ആവശ്യമില്ല, അത്രയും ഡ്രസ്സ് അവന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അധികവും ഒരു പച്ച ഷെയ്ഡ് വരുന്ന ഡ്രസ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അധികം എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നു, കൃഷിൻ്റെ അടുത്ത് പച്ച വരുന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പച്ച ഷെയ്ഡ് വരുന്ന ഡാർക്ക് എന്നല്ല, ഒരു ലൈറ്റ് പല ഷെയ്ഡിലുള്ളൊരു പച്ച ഉണ്ടാവില്ലേ, അങ്ങനത്തെ ലൈറ്റ് കളേഴ്സൊക്കെ കൃഷിന് നല്ലതായിട്ട് ചേരുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് ഗിഫ്റ്റാണ്, ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതാ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ സെയിം ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ കൃഷിൻ്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനും കേട്ട്. ഈ സെയിം ഒരു കുർത്തിയിട്ട് ഡ്രസ്സ് വൈറ്റ് തന്നെ വാങ്ങിച്ചിരുന്നു. അത് സെയിം തന്നെ അവന് കിട്ടിയിട്ടുണ്ട് ബർത്ത്ഡേക്ക് വീണ്ടും. പിന്നെ ചില കവറിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ പേരെഴുതിയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അതാണ് കവറിൻ്റെ മേലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് ആരുടെ ആണെന്നാണ്. ചിലതൊക്കെ ഓർമ്മയുണ്ട്, ചിലതൊന്നും ആരാ തന്നതെന്നുള്ളത് ഓർമ്മയില്ല. പിന്നെ കുറേയൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി. ആ ഒരു തിരക്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഈ ബിഹൈൻഡ് ക്യാമറ നിൽക്കുന്നുണ്ട് ഈ ഗിഫ്റ്റ് കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ, ഈ ഒരു ഊഞ്ഞാൽ. അതായത് അമ്മയുടെ ഗിഫ്റ്റാണ്. ആക്ച്വലി ആ ഈ ഒരു ഊഞ്ഞാൽ ഞങ്ങൾ മാറ്റിയിരുന്നു കേട്ടോ. അമ്മ പിന്നെ മാറ്റി വാങ്ങിച്ചിരുന്നു. അത് കുറച്ച് ചെറുതായിപ്പോയി, കുറച്ചുകൂടെ വലുപ്പം വേണമായിരുന്നു. കുറച്ച് അവനിങ്ങനെ ടൈറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും മാറ്റി വാങ്ങിച്ചിരുന്നു. ഇടയിൽ ഞാൻ കൊടുത്ത ഫ്രെയിം ഞാൻ തന്നെ എടുത്ത് കാണിക്കാം കേട്ടോ. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കൃഷിൻ്റെയും പിന്നെ ചേച്ചിയുടെയും നിവേൻ്റെ ഒക്കെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിമാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് കൃഷിൻ്റെ ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് 1 year ആവുന്നത് വരെയുള്ള ഓരോ പിക്ചർ കൊടുത്തിട്ട് ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പിന്നെ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ ഫ്രെയിം വേണം. ഇല്ലെങ്കിൽ കുട്ടി കുട്ടി ഫോട്ടോസ് ആകുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നി. അത് വേറെ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ വലിയ ഫ്രെയിമായിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ദിവസം മുന്നേ പെട്ടെന്ന് ചേച്ചിയായതുകൊണ്ട് അതിനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഫ്രെയിം അന്നാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഈവനിങ് ആണ് എനിക്ക് കയ്യിൽ കിട്ടിയത് തന്നെ. ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാനും കൂടെ പോയി ഹെൽപ്പ് ചെയ്തു കേട്ടോ, എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രിഷ് ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ നേരെ ചോറ് കഴിക്കാനായിട്ട് പോയി. ചോറിന് കറിയും മീനും ഉപ്പേരിയും പിന്നെന്താണ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു, അച്ചാറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട്, കാരണം ഉച്ചയായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉച്ചയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ക്രിഷ് ബേബി എണീറ്റിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവനെ ഒന്ന് ഊഞ്ഞാലിലാട്ടി നോക്കാൻ വിചാരിച്ചിട്ട് അകത്ത് കെട്ടാൻ നോക്കുമ്പം ഇതിൻ്റെ കയറിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഭയങ്കര ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ വിചാരിച്ച് പുറത്തൊന്ന് കെട്ടിയിട്ട് അവനെ ജസ്റ്റ് ഒന്ന് ആട്ടിക്കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. കൃഷിന് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, മൂപ്പർ എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് ആടിക്കോളൂ കേട്ടോ. അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ അത് അച്ഛൻ കളിപ്പിക്കുകയാണ് അവനെ. അത് കഴിഞ്ഞ് ക്രിഷ് ബേബി റെഡി ആയിരിക്കും.
കഴിക്കുകയാണ്. കൃഷ് ബേബി സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു കേട്ടോ, അവൻ്റെ ഗിഫ്റ്റ് ഒന്നും അവനപ്പോൾ ഉറങ്ങുകയായിരുന്നില്ല. ഇതാണ് കേട്ടോ അമ്മ കൊടുത്ത ലോക്കറ്റ് എന്ന് പറഞ്ഞത്, ഓമൻ്റെ ഒരു ലോക്കറ്റ്. അപ്പോൾ അത് അവൻ്റെ കഴുത്തിൽ പെട്ടെന്ന് തന്നെ ഇട്ടിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് കൃഷ് ബേബി ഉറങ്ങുമ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ അതിൻ്റെ നടുവിലിരുന്ന് ഗിഫ്റ്റൊക്കെ എടുത്ത് വിശദമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പം സംഭവം കൃഷ് ബേബി റെഡി ആയിരിക്കുന്നത്, കൃഷി ഇന്ന് പോവുകയാണ്. ചേച്ചി ഏട്ടനൊക്കെ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ ഇതാ കൃഷി അച്ഛനും കൂടെ കളിക്കുകയാണ്. അച്ഛൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് അച്ഛൻ്റെ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, കാറൊക്കെ തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, റെഡിയായി നിൽക്കുകയാണ്. നിവേട്ട റെഡിയായി ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പം മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചിരിക്കും. കുറച്ച് സമയം ഇങ്ങനെ മുഖത്ത് നോക്കി നിൽക്കും, എന്നിട്ടൊരു ചിരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ. പിന്നെ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇടാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതിന് ഞാൻ സോറി പറയുന്നു, കാരണം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. പിന്നെ എനിക്ക് ചെറിയൊരു എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാണ്ടാവില്ല, ചെറിയൊരു പ്രശ്നമൊക്കെ വരുന്നുണ്ട്, ത്രോട്ട് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ക്ഷീണം കാരണമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നുമുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദാ കൃഷ് ബേബി എല്ലാവരോടും ടാറ്റയൊക്കെ പറയുകയാണ്. അവർ ഇറങ്ങുവാണ്. കാറിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാറിൽ സ്റ്റിയറിങ് പിടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചാലഞ്ചൊക്കെ നിന്ന് പോയി. അതിനെപ്പറ്റി എനിക്കൊന്നും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്നിനുള്ളൊരു ടൈമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെനിക്ക് എന്താണ് ഇതിന് മാത്രം സമയമില്ലാത്ത, അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തിരക്കൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ. അപ്പോൾ അതാ ചേച്ചിയും ഏട്ടനും കൃഷിയും എല്ലാവരും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.